ഇന്ന് ഞങ്ങൾ റൂമിൽ പൊതിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ, ശരിക്കും പറഞ്ഞാൽ പ്രവാസികളുടെ പെരുന്നാളാണെന്ന്. വീക്കെൻഡ് അല്ലേ. സാധാരണ ബിരിയാണിയോ മജ്ബൂസോ കപ്സോ ഒക്കെയാണ് വെള്ളിയാഴ്ച കഴിക്കാറ് കൂടുതലും. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, ആരും ലൈക്കൊന്നും ചെയ്യുന്നില്ല. സാധാരണ നാട്ടിലൊക്കെയാണ് പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കാറ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്നെങ്ങാനും മേടിക്കലാണ് പതിവ്. അപ്പോൾ ഒന്ന് റൂമിലുണ്ടാക്കിയാലൊന്ന് കരുതി. വളരെ സിമ്പിളായിട്ട് ഒരുപാട് കറികളൊന്നുമില്ല, വളരെ കുറച്ച് കറികളായിട്ട്, എന്നാൽ ഉള്ള കറികളൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് നല്ലൊരു പൊതിച്ചോറ് ഉണ്ടാക്കാം. പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ വാഴയില വാട്ടിയിട്ട് അതിൽ ചോറ് വെച്ച് കൊണ്ടുപോയി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നില്ലേ. അന്ന് ഒരുപാട് കറികളൊന്നും ഉണ്ടായിരുന്നില്ല, ചിലപ്പോൾ മുട്ട വറുത്തത്, ചമ്മന്തി, അങ്ങനെ കുറച്ച് കറികളേ ഉണ്ടാവുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, വാഴയില വാട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ ചോറ് വിളമ്പാം. സാധാരണ കുത്തരിയാണ് വാങ്ങാറ്, ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് വെള്ള റൈസ് വാങ്ങി ജയയുടെ. കറികളായിട്ട് മൂന്നാല് ഐറ്റം ഉള്ളൂ കേട്ടോ. ഒഴിച്ചുകറിയായിട്ട് മോരുകറി ഉണ്ട്, പിന്നെ ഉപ്പേരിയായിട്ട് കായ്പേരി ഉണ്ടാക്കി, പിന്നെ അതുപോലെ തേങ്ങ ചമ്മന്തി, അച്ചാറ്, പപ്പടം, പിന്നെ ലുലുവിൽ പോയപ്പോൾ നല്ല വലിയ മത്തി കിട്ടി. ഒമാൻ്റെ മത്തിയാണ്, പലിഞ്ഞീനൊക്കെ ഉള്ള നല്ല വലിയ മത്തി. അപ്പോൾ അത് വാങ്ങിയിട്ട് വറുത്തിട്ടുണ്ട്. പിന്നെ കോഴിമുട്ട വറുത്തിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ 12 മണിയാകുമ്പോൾ പള്ളിയിൽ പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഏകദേശം 2 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തുട്ടോ. ഇക്കാണ് ഉണ്ടാക്കിയത്, മൂപ്പർ ഒറ്റക്കന്നെ എല്ലാം ഉണ്ടാക്കിയെടുത്തു. ഇനി ഓരോ കറികളും ആ ചോറിലോട്ട് വെച്ചിട്ട് ആ വാഴയില നല്ലപോലെ ഫോൾഡ് ചെയ്ത് വെക്കണം. ഞങ്ങൾ 12 മണിക്ക് ഇവിടുന്ന് പള്ളിയിൽ നിന്ന് പോകും, പിന്നെ പോയി വന്നിട്ട് ഒരു 1.5 മണിക്കൂറോളം ഇത് അവിടെ വെക്കും. കുറച്ച് നേരം ഒന്ന് സെറ്റ് ആവണം, എന്നാലേ ആ കഴിക്കുമ്പോൾ ആ ടേസ്റ്റും ആ സ്മെല്ലൊക്കെ കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പൊതിച്ചോറിൽ ശരിക്കും പറഞ്ഞാൽ പൊതിച്ചോറിന് കുറച്ച് കറികളൊക്കെ മതി. നമുക്കും പ്രവാസികൾക്ക് അത്യാവശ്യം റൂമിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. 2 വാഴയില വാങ്ങിയിട്ട് കുറച്ച് ഐറ്റംസ് മാത്രം മതി കേട്ടോ, നല്ല അടിപൊളി ഫുഡ് കഴിക്കാൻ പറ്റും. ചിലപ്പോഴൊക്കെ പുറത്തു പോയി പൊതിച്ചോറ് കഴിക്കാറുണ്ട്. മിക്ക ഹോട്ടലിലും വലിയ കാര്യമായ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ. ചിലപ്പോൾ കുറേ കറികളുണ്ടാവും. സാധാരണ നമ്മൾ മീൽസ് കഴിക്കുന്നൊക്കെ പോലത്തെ ഒരു ഫീൽ തന്നെ കിട്ടാറുള്ളൂ. ശരിക്കും ആ പൊതിച്ചോറിൻ്റെ ഒക്കെ ആ ഫീല് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി സെറ്റാക്കിയിട്ട് കഴിക്കണം. എന്നാലേ കറക്റ്റ് ആ ഫീലും ആ സ്മെല്ലും കാര്യങ്ങളും കറക്റ്റ് കിട്ടുള്ളൂ. പിന്നെ ബാച്ചിലേഴ്സായിട്ട് റൂമിൽ നിന്നിട്ട് ഇതുപോലെ പൊതിച്ചോറുണ്ടാക്കി കഴിക്കുന്ന പ്രവാസികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവരുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾ പൊതിച്ചോറ് ഉണ്ടാക്കാറുണ്ടോ, അല്ലെങ്കിൽ പുറത്തുനിന്നാണ് പൊതിച്ചോറ് കഴിക്കാറുള്ളപ്പോൾ അത്രയും ടേസ്റ്റ് വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ടേസ്റ്റ് പുറത്തുനിന്ന് ഹോട്ടലിൽ കിട്ടാറുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇക്ക വാഴയില തുറന്നപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ മണം മൂക്കിൽ വന്നിട്ട് എൻ്റെ വായിൽ വെള്ളം വന്നിട്ടോ. എന്തായാലും ആ കറികളൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം, ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഇക്ക കഴിച്ച് തീരുന്ന വരെ വീഡിയോ എടുത്തിരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ വന്ന് എൻ്റെ വാഴയില തുറന്ന് കഴിച്ചു തുടങ്ങാൻ പോവാണ്. ഇക്ക കഴിച്ച പോലെ തന്നെ ആ മോരുകറി എടുത്തിട്ട് ചോറിലോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ചോറിൽ കുഴച്ചിട്ട് ആ പപ്പടം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ സംഭവം എങ്ങനെയുണ്ടെന്ന്. പലിഞ്ഞീന് എങ്ങനെയുണ്ട്? പലിഞ്ഞീന് അച്ചാറ് കൂട്ടി അടിക്കുക, അച്ചാറും
മീൻ വറുത്തതും. ചമ്മന്തി അങ്ങനെയുണ്ട്. നന്നായിട്ടുണ്ട്. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ആ മോരുകറി ഒഴിച്ചിട്ട് ചോറിൽ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, കൂടെ പപ്പടം കൂടെ പൊടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ആ മീൻ വറുത്തിയത് ഒരു പീസ് എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് കുറച്ച് അച്ചാറും പപ്പടമൊക്കെ ആയിട്ടൊന്ന് കഴിച്ചു നോക്കാം. സംഭവം ഉഷാറായിട്ടുണ്ട്. അധികം കറികളൊന്നും വേണ്ട, ഉള്ള കറികൾ തന്നെ അടിപൊളിയാണ്. ഇനി ആ ചമ്മന്തി എടുത്ത് ചോറിൽ കുഴച്ചിട്ട് ആ മീനിൻ്റെ പഞ്ഞീനുണ്ടല്ലോ, അതും പിന്നെ കാവിപ്പേരും പപ്പടവും എല്ലാം കൂട്ടി കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ആ മീൻ വറുക്കാനെടുത്ത മസാലയിലാണ് ആ പല്ലീനും വറുത്തിട്ടുള്ളത്. നല്ല ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ മസാലയാണ്. അതുകൊണ്ട് തന്നെ ആ മത്തിയും അതുപോലെ തന്നെ പല്ലീനും എല്ലാം നല്ല കിടിലൻ ടേസ്റ്റാണ്. പിന്നെ പപ്പടം ചെറിയ പപ്പടമാണ് കേട്ടോ, നമ്മുടെ നാട്ടിലുള്ള പോലത്തെ പപ്പടമല്ല. നാട്ടിൽ മിക്ക കടകളിലും വലിയ പപ്പടമാണ് ഉണ്ടാവുക, ഇവിടെ ചെറുതാണ് കൂടുതൽ. ശരിക്കും പറഞ്ഞാൽ കൊണ്ടാട്ടമുളക് കൂടി വേണ്ടിയിരുന്നു, അതെൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. പക്ഷെ അത് മേടിക്കാനായിട്ട് വിട്ടുപോയി. അതും കൂടി ഉണ്ടെങ്കിൽ പൊളിയായിരുന്നു. അപ്പോൾ സംഭവം അടിപൊളിയാണ്, ഉള്ള കറികളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ആ മീൻ വറുത്തതും പല്ലിനും ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ മോര് കറി ആണെങ്കിലും തേങ്ങ ചമ്മന്തി ആണെങ്കിലും പിന്നെ അതുപോലെ കായ്പേരിയും മുട്ട വറുത്തതും അച്ചാറും എല്ലാം അടിപൊളിയാണ്. അച്ചാർ ലുലു തന്നെ വാങ്ങിയാണ് കേട്ടോ, ഹോം മെയ്ഡ് പിക്കിളാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.